നേരത്തെ നമ്മൾ കണ്ടു ഭയങ്കര അഗ്രസീവ് ആയിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് ഏത് നിമിഷവും ചവിട്ടാം കുത്താം. കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. വേറെ ഹോഴ്സിനെ കാണുമ്പോഴാണ് ചെറിയൊരു ടെമ്പർ ഉണ്ടാവും. കൊതിച്ചതോ ഒരു കളിക്കളം വിധിച്ചതോ ഈ പടക്കളം. എനിക്ക് പേടിയാണ്, ചവിട്ടിയിടും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒരു ഒട്ടകത്തിന്റെ വിശേഷങ്ങളാണ്. ബുറാക്ക് എന്ന് പേരുള്ള ഒരു ഒട്ടകത്തിന്റെ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുതിരയുടെ വിശേഷമാണ്. കുതിരയുടെയും കുതിരക്കുട്ടിയുടെയും ഒരു കാളവണ്ടിയുടെയും ഒക്കെ വിശേഷമാണ്. ഈ കുതിരയുടെ പേരാണ് ആദം. നമുക്ക് ആദത്തിന്റെ വിശേഷങ്ങൾ ആദിലിനോട് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ആദത്തിന്റെ വിശേഷങ്ങൾ? അത്യാവശ്യം നല്ല സൈലന്റ് ആയ ക്യാരക്ടർ ആയിട്ടുള്ള കുതിരയാണ്. പിള്ളേർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുതിരയാണ്. അഗ്രസീവ് ആണോ? അഗ്രസീവ് അല്ല, പാവം കുതിരയാണ്. പാവമാണോ? ഇത്രയും നേരം ഇവിടുന്ന് വേറെ ഹോഴ്സിനെ കാണുമ്പോഴാണ് ചെറിയൊരു ടെമ്പർ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മളൊരു ഭയങ്കര ശാന്ത സ്വരൂപനായ ഒരു ഒട്ടകത്തെയാണ് കണ്ടത്. പക്ഷെ അതും കുറച്ചൊരു കുറുമ്പനാണെന്നാണ് നമ്മൾ നേരത്തെ കണ്ടപ്പം നമുക്ക് മനസ്സിലായത്. എന്തൊക്കെയാണ് ആദത്തിന്റെ കുറുമ്പുകൾ? എന്തൊക്കെയാണ്? ആരെങ്കിലും ഉപദ്രവിക്കോ? ഉപദ്രവം കാര്യങ്ങളൊന്നുമില്ല. ഒറ്റക്കൊക്കെ ആണെങ്കിൽ സൈലന്റ് ആയിട്ട് വന്നോളൂ. വേറെ കുതിരകളെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു. ആണോ? വേറെ കുഴപ്പമൊന്നുമില്ല, പാവം. ആദത്തിന്റെ ഫുഡുകൾ എന്തൊക്കെയാണ്? ഫുഡ് പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്, തവിട് കൊടുക്കുന്നുണ്ട്, പിന്നെ വെള്ളം, പുല്ല്. ഇവർക്ക് പൊതുവായിട്ടൊരു ഫുഡാണോ? ആ അതന്നെ, പൊതുവായിട്ടൊരു ഫുഡ്. ഒട്ടകത്തിന് വേറെ ഫുഡാണ്, വേറെ പെല്ലറ്റാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. കുതിരക്ക് വേറെ. ഇവര് നേരത്തെ പറഞ്ഞ പോലെ മേയാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല ഇല്ല അവിടെ നിന്നോളൂ. പുള്ളിക്കാരൻ അപ്പൊ നേരത്തെ ഒട്ടകത്തിന്റെ പോലത്തെ അസുഖങ്ങളുടെ പ്രശ്നമല്ല? അങ്ങനെയില്ല. ഇന്ന് ക്ലൈമറ്റ് ആവുമ്പോ ക്ലൈമറ്റ് അങ്ങനെ കുഴപ്പമില്ല. മഴ അധികം കൊണ്ട് കഴിഞ്ഞാൽ ഫംഗസ് വരും. എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെയാണ്, മഴ കൊണ്ട് കഴിഞ്ഞാൽ ഫംഗസ് വരും. ഓക്കെ, അത് ഈ ഫർ ഇല്ലാത്ത മൃഗങ്ങളുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ നേരത്തെ അവരുടെ പോലെ തന്നെ, ഒട്ടകത്തിന്റെ പോലെ തന്നെ ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുതിരക്കൊക്കെ പെട്ടെന്ന് കാലാവസ്ഥ പിടിക്കും. അതേതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചാണ് വേറെ കുതിരയാണ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ആണോ? ഇനി നമുക്ക് സിനിമയിൽ അഭിനയിച്ച കുതിരേനെ കാണാം ഗൈസ്. എനിക്ക് അടുത്തോട്ട് നിൽക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ കണ്ടു ഭയങ്കര അഗ്രസീവ് ആയിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് ഏത് നിമിഷവും ചവിട്ടാം കുത്താം. അതുകൊണ്ട് നമ്മൾ ഒരു കയ്യകലത്തി നിൽക്കുകയാണ് നമ്മള്. എന്തായാലും ഞാൻ ഒരു അകലത്തിൽ നിന്ന് ചോദിക്കാം. സിനിമയിലൊക്കെ അഭിനയിച്ച സുന്ദരനായ കുതിരയാണല്ലോ ഇത്. എന്താ പേര്? അബാദ്. ഓക്കെ, അബാദിന്റെ വിശേഷങ്ങൾ. ഇവർ രണ്ടുപേരും ഒന്നിച്ചായോണ്ടാണോ ഈ ഇഷ്യൂസ് മൊത്തം ഉണ്ടായത്? ഓ, അപ്പൊ അങ്ങനെ ഒന്നിച്ച് കാണാൻ പാടില്ലേ? കാണാൻ പാടില്ല എന്നല്ല, ഇത് സ്ഥിരം കാണണേ പിന്നെ കുഴപ്പമുണ്ടാവൂല. സ്ഥിരം കാണാറില്ലേ ഇവര്? കാണാറില്ല. ഇത് വേറെ സ്ഥലത്താണ് കുതിര നിക്കണത്. ഓ, ഷൂട്ടിങ് മാത്രം കൊണ്ടുവന്നാണ്. ആണോ? അപ്പൊ അവര് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അല്ല. അബാദിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അബാദ് അപ്പൊ ഒറ്റയ്ക്കാണോ ഇവിടെ? അബാദും ഒട്ടകവും. സിനിമേന്റെ പേരൊക്കെ പോലെ. അപ്പൊ നമ്മള് അബാദിനെ ഈ സിനിമയിലല്ലാതെ പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്? ആ, പരിപാടികൾക്ക്, റാലി വർക്ക്, എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോകാറുണ്ട്. വേറെ ഈ കല്യാണ വർക്ക് കാണാറുണ്ട്. കല്യാണ വർക്ക് പേടിയാണ്, പഞ്ചാബി കല്യാണം പോലത്തെ കല്യാണ ചെക്കൻ ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറി പോണേ, അങ്ങനെ എടുക്കാറുണ്ട്. ആ സമയത്തൊന്നും അപ്പൊ ഇതുപോലത്തെ അഗ്രഷൻ കാണിക്കാറില്ലേ? ഇല്ല, വേറെ കുതിര ഇല്ലല്ലോ. അപ്പം കുതിരേനെ കാണുമ്പോ മാത്രമേ പ്രശ്നം, ആൾക്കാരുടെ അടുത്ത് പ്രശ്നമില്ല. അപ്പൊ ഈ കുതിരേനെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷമാണോ അതില് കുതിരേനെ മേടിച്ചേ? കുതിരേനെ പറ്റി അത്യാവശ്യം പഠിച്ചതിന് ശേഷമാണ് ഞാൻ കുതിരേനെ മേടിച്ചത്. അപ്പം ഇതിന് ഏത് പ്രായത്തിലാ മേടിച്ചേ? ഇതിന് ഞങ്ങൾ 6 മാസമായപ്പോഴായിരുന്നു ഉണ്ടെന്നത്. അപ്പൊ ഭയങ്കര കുഞ്ഞായിരിക്കും? കുഞ്ഞായിരുന്നു. 6 മാസം എന്ന് പറയുമ്പോഴും കുതിരയ്ക്ക് അത്യാവശ്യം സൈസ് ഉണ്ടാവും? അത്യാവശ്യം സൈസ് ഉണ്ടാവും, ഹൈറ്റും കുറവായിരിക്കും. ആ ഏജിൽ വാങ്ങിയിട്ട് നമ്മൾ മെരുക്കി എടുത്തതാണ്. ഓക്കെ, അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ പ്രശ്നം ഉണ്ടാക്കോ? അതിലല്ലാതെ വേറെ ആരെങ്കിലും? അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കുഴപ്പമുണ്ടാവില്ല. അറിയാവുന്നവർ വന്നു കുഴപ്പമുണ്ടാവില്ല. അറിയാത്തവർ വന്നു ചെറിയ അഗ്രഷൻ ഒക്കെ ഉണ്ടാവും. ഇതൊരു കുഞ്ഞാണോ? എത്ര വയസ്സായി? 3 വയസ്സ് പ്രായമുള്ളൂ. എത്ര വയസ്സാകുമ്പോഴേ റേസിനൊക്കെ കൊണ്ടുപോകുന്നേ? 4 വയസ്സാകുമ്പോ ഇപ്പൊ ട്രെയിനിങ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ട്രെയിനിങ് 4 വയസ്സാകുമ്പോഴേക്കും റേസിന് കൊണ്ടുപോവാ. ഓക്കെ, നമ്മൾ ഈ കുതിരേനെയൊക്കെ വളർത്തുമ്പോ ലൈസൻസ് ഒക്കെ വേണ്ടേ? ലൈസൻസ് വേണം. അപ്പൊ അതിന് അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? അതായത് ഇത്ര പ്രായമുള്ളവർക്ക് കുതിരേനെ മേടിക്കാൻ പാടുള്ളൂ അങ്ങനെയില്ല. മെയിൻ ആയിട്ട് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നത് കുതിരകൾക്കാണ് വേണ്ടത്. അല്ലാതെ വീട്ടിൽ വളർത്തുമ്പോ അങ്ങനെയില്ല. ഇല്ല അല്ലേ? ഡൊമസ്റ്റിക്.
ഈ എന്തായിരുന്നു അബാദ്. അബാദിനെ ഇങ്ങനെ സുന്ദരനാക്കി വെച്ചിരുന്ന ഗ്രൂമിംഗ് ഒക്കെ ചെയ്തിട്ടല്ലേ? ഗ്രൂമിങ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യോ? അല്ലല്ല, ഞങ്ങൾ തന്നെ ചെയ്യും. ആണോ? എന്തൊക്കെയാ ഗ്രൂം ചെയ്യുമ്പോ ചെയ്യുന്നേ? മുടി കട്ട് ചെയ്ത് നിർത്തും. ഇതിൽ കൂടുതൽ ഇനിയും വളരും, ചാടി ഇങ്ങനെ കിടക്കും. ഓക്കെ, എന്നിട്ട് അത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? പിന്നെ ആഴ്ചയില് 2 ദിവസം കുളിപ്പിക്കും. ആഴ്ചയില് 2 ദിവസം. പിന്നെ കൈ കൂടുതൽ കുളിപ്പിച്ച ഇവർക്ക് മറ്റേ സ്കിൻ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ ഇല്ല. ഇതിനെ പിന്നെ ഹൂഫ് ക്ലീൻ ചെയ്യണം എപ്പോഴും. ഇതിന്റെ അകത്ത് ചെളി വന്നിരിക്കും. ചെളി ക്ലീൻ ചെയ്തില്ല അത് കൊളമ്പിന്റെ അകത്ത് കൊളമ്പ് ചീഞ്ഞു. അങ്ങനെയൊക്കെ. അതെങ്ങനെയാ ക്ലീൻ ചെയ്യാ? കൈ തരുവ. എന്തായാലും അബാദ് നമുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഒരു ക്ഷമയില്ലാത്ത മൂഡിലാണ്. ആൾ അത്ര നല്ല മൂഡിലല്ല. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന ഒരു അമ്മേനെയും കുഞ്ഞിനെയാണ്. ഇതാണ് സിദ്ധ അല്ലെ? സിദ്ധ എന്നല്ലേ പേര്? ഓക്കെ. സിദ്ധനെ എപ്പോ മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇപ്പൊ 2 വർഷമായി. 1 വർഷമായോ? ഓക്കെ. ഈ 1 വർഷം കൊണ്ട് കൊണ്ടുവരുമ്പോ ഭയങ്കര കുഞ്ഞായിരുന്നോ? അല്ലല്ല. ഇപ്പൊ എത്ര ഏജായി? ഇപ്പൊ ഇതിനൊരു 7 വയസ്സ് 8 വയസ്സ്. ഓ, ഓക്കെ. അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് ഈ അടുത്തല്ലേ? കുഞ്ഞിന് എത്ര പ്രായമായി? കുഞ്ഞിന് 5 മാസം. 5 മാസം. ഓക്കെ. അപ്പം ഇവരുടെ കുതിരയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ? മീൻസ് ഹോസ്പിറ്റലിൽ അങ്ങനെ ആരും വന്നോന്നില്ല. ഓവർ ആൾക്കാരാവണ്ടിരുന്നത്, ഓവർ ക്രൗഡ് ആവണ്ടിരുന്നായി. ഓ, അങ്ങനെ ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നടക്കും. ഓക്കെ. അപ്പൊ ഡോക്ടേഴ്സ് വരണമെന്നോ അങ്ങനെയൊന്നും? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അങ്ങനെ ആവേണെങ്കിൽ വിളിച്ചായി ഡോക്ടർമാരെ. ആണല്ലേ? ഈ സിദ്ധ അധികം വയലൻസ് ഇല്ലാത്ത കൂട്ടത്തിലാന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അതിന് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞവർക്ക് പ്രത്യേക ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും? വയറിൽ പെയിൻ ഒക്കെ ഉണ്ടാവും, പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വയറിൽ. അപ്പൊ അതിനുള്ള മെഡിസിനും കാര്യങ്ങളും കൊടുക്കണം. പിന്നെ കാൽഷ്യം അതൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തണം. അത് ഫുഡിൽ കൂടെ ആണോ അല്ലെങ്കിൽ ത്രൂ മെഡിസിൻ ആണോ? ഫുഡിൽ കൂടി തന്നെ കൊടുത്തായി. ഫുഡിൽ കൂടെ തന്നെ കൊടുക്കണം. ഓക്കെ. അപ്പൊ അതിന് എന്തൊക്കെ ഫുഡ് ഐറ്റംസാ നമ്മൾ കൊടുക്കണ്ടേ കാൽഷ്യം ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട്? ഞങ്ങൾ ഇപ്പൊ ഓട്സിന്റെ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ തവിട്, കടലത്തുണ്ട്, സോയ, പിന്നെ കടലക്കൊപ്ര. ഓക്കെ. ഓക്കെ. ഇതിന്റെ സിദ്ധയുടെ ഓണർ വേറെ ആളാണല്ലേ? ഓണർ വേറെ ആളാണ്, കൂട്ടുകാരൻ തന്നെ. ചേട്ടൻ എന്തായിരുന്നു ഇങ്ങനെ ഒരു കുതിരക്കമ്പം വരാൻ കാര്യം? എനിക്ക് പണ്ട് മുതലേ പെറ്റ്സ്, അതായത് ചെറുപ്പം മുതലേ പ്രാവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നീട് വലുതായപ്പോ കുറച്ചുകൂടെ വലിയ മൃഗങ്ങളിലേക്ക് മാറി. അപ്പൊ വേറെ മൃഗങ്ങളെ പറ്റിയിട്ടൊന്നും ഓർത്തില്ലേ? എന്തുകൊണ്ട് കുതിര? എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന ഒഴിച്ച് മിക്ക ആന ഒട്ടകം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മള്. ഒട്ടകം അപ്പുറത്തുണ്ടല്ലോ കൂട്ടുകാരൻ്റെ അടുത്ത്, അത് കാരണം അത് കുഴപ്പമില്ല. കുതിര ഏകദേശം ഒരു 5-8 കൊല്ലായി ഇവിടെ കുതിര മാറി മാറി. അപ്പൊ ആ മാറി മാറി എന്ന് പറയുമ്പോ ഒരെണ്ണം എടുത്തു, അത് കഴിഞ്ഞ് അവിടെ കൊടുത്തു, വേറെ ഇങ്ങനെ മാറ്റി വാങ്ങിച്ച് തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ വിൽക്കുമ്പോ സങ്കടാവില്ലേ? സങ്കടം ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ എന്തുകൊണ്ടാ വിൽക്കേണ്ടി വരുന്നത്? മീൻസ് അവരെ മാറ്റി വേറെ കുതിരകളായിരുന്നു. പിന്നീട് അതിന് എന്തെങ്കിലും ഇവരെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്തൊരു സ്ഥിതി വരുന്ന ഒരു, കാരണം നമുക്ക് കിട്ടുന്ന ശമ്പളം അതിൽ 3/4 ഭാഗം ഇവർക്ക് ചെലവഴിക്കുന്ന. ഇവരുടെ ഒരു ഡെയിലി ഫുഡ് കോസ്റ്റ് എങ്ങനെയാ വരുന്നത്? ഭക്ഷണത്തിന്റെ ചെലവ് വളരെ കുറച്ച് നമുക്ക് ചെയ്യാം, വളരെ കൂട്ടിയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോ തവിട് ഒരു 75 രൂപയ്ക്ക് തീർക്കാവുന്നതുണ്ട്. പിന്നെ ബാക്കി പുല്ല്, പിന്നെ നമ്മൾ ഈ ഓട്സിന്റെ പെല്ലറ്റും അങ്ങനെ കടലക്കൊപ്രയൊക്കെ നോക്കുമ്പോഴാണ് കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടുന്നത്. ഓട്സിന്റെ പെല്ലറ്റ് ഇവിടെ വരുമ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് ഒരു 60-65 രൂപ വരും. ഓട്സിന്റെ പെല്ലറ്റ് നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ. അപ്പൊ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആണോ കുതിര വളർത്തൽ? എക്സ്പെൻസീവ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് കുതിര നന്നായിട്ട് നല്ല ബോഡി നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നതിന് ഈ ഓട്സും ബാർലിയുടെ ഒക്കെ പെല്ലറ്റ് അതുപോലുള്ള കുറച്ചുകൂടെ പ്രോട്ടീൻ കൂടിയ ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് തവിട് മാത്രം കൊടുത്ത് പുല്ലും കൊടുത്ത് നിർത്താം. അന്നേരം അത് ബോഡിക്ക് അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല. നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആകാരവടിവ് അത് കിട്ടില്ല. ഓക്കെ. അതിന് നമ്മള് നല്ല മിനറൽസും പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കണം. മീനെണ്ണ കൊടുക്കാം. മീനെണ്ണ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇവരുടെ ഈ ഇത് ഗ്രൂമിങ്ങും പരിപാടികളൊക്കെ ഭയങ്കര എന്താണ്? ഇവര് നല്ല ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ അത് നമ്മൾ ബ്രഷ് ചെയ്താ അതായത് കുതിരക്ക് ബ്രഷിങ് കമ്പൽസറി ആണെന്നാ പറയുന്നത്. അതിന്റെ ദേഹത്ത് രക്തോട്ടം. വേറെ എന്തോ ഓയിൽ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അത് നമ്മൾ മറ്റേ ശരഭഞ്ജന സിനിമയ്ക്കകത്ത് മസാജിങ് പോലെ അതിന്റെ ശരീരത്തിൽ ബ്ലഡ് നന്നായിട്ട് ഓടുന്നതിന് വേണ്ടി അതിന് ബ്രഷൊക്കെ ഉണ്ട്. അതെ അല്ലേ? അത് ഇവിടുന്ന് തന്നെ ഗ്രൂമിങ് പരിപാടിയൊക്കെ. ഓക്കെ. പിന്നെ ഈ ഈച്ചയുടെ ശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടി വേപ്പെണ്ണ, ആവണക്കെണ്ണ അങ്ങനെയുള്ളതൊക്കെ വെക്കാറുണ്ട്.
അപ്പൊ ഇതിനെ പറ്റി മൊത്തം പഠിച്ചതിന് ശേഷമാണോ ചേട്ടൻ ഇതിനെ മേടിക്കാൻ? അല്ല, ഞാൻ ആദ്യം ഒരു ചെറിയ കുഞ്ഞ് മേടിച്ചു തുടങ്ങി. അത് പിന്നെ മാറ്റി അങ്ങനെ ഏകദേശം ഒരു 10-18 കുതിര ഇവിടെ മാറി മാറി വന്നു. അതെ. ഇവരുടെ ഈ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ എങ്ങനെയാണ്? അവരുടെ അവര് നിക്കുന്ന ആ ഒരു ഷെൽട്ടർ ആയാലും പരിപാടിയൊക്കെ അത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ ചാണകം ഉണ്ടല്ലോ, കുതിര ചാണകം മാറ്റണം. പിന്നെ കാല്, അതാണ് ഞാൻ ചോദിച്ചു വരാൻ ഉദ്ദേശിച്ചത്. കാലിന്റെ ഉള്ള് ഒരു ഹോള് പോലെയാ, ലാടത്തിന്റെ ഉള്ളിലല്ലേ, കുളമ്പിന്റെ ഉള്ളില്. ഒറ്റ കുളമ്പാണ് കുതിരക്ക്. പശുവിനൊക്കെ 2 കുളം. ഇതിപ്പോ ലാടം വെച്ചേക്കുന്നല്ലേ? ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ഈ ഭാഗം ക്ലീൻ ചെയ്യണം. ഇത് കയറുന്ന ഒരു ചളി കയറിയിട്ടാണോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം. ഈ കുളമ്പിന്റെ ആരോഗ്യത്തിനത് എന്നിട്ട് ബാധിക്കുക. അങ്ങനെ വന്നാൽ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഇത് കുളമ്പില് ലാട അടിച്ചു കയറ്റുമ്പോ ഇവർക്ക് വേദനിക്കോ? അപ്പൊ നമ്മൾ നഖം വിട്ടില്ലേ, ആ ഒരു ഫീൽ തന്നെ ഉള്ളു അല്ലേ? അത് ഉള്ളിലേക്ക്, അതായത് ആ ലാടം വെക്കേണ്ട, ആ ആണി വെക്കേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, പോർഷൻ മാറിയാൽ കുതിരക്ക് അതിനകത്ത് പെയിൻ ആയിരിക്കും. അപ്പൊ നമ്മൾ നഖം വെട്ടുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമുക്ക് വേദന എടുക്കില്ല. അതെ അതെ. അപ്പൊ ഇവരെ ഈ റേസിനോ അങ്ങനെ എന്തിനേലും ഒക്കെ കൊണ്ടുപോകാറുണ്ടോ? ഇവിടുന്ന് റേസിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. റേസ് ഒന്നാമത് നമ്മുടെ എറണാകുളം ജില്ലയിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ മലപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മളങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോവണ്ടെങ്കിൽ അപ്പൊ ലാടം എന്തിനാണ് അടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മള് റോട്ടിലൂടെ ഓടിക്കാനാണ് ലാടം. പിന്നെ നമ്മള് എന്തെങ്കിലും പരിപാടികളൊക്കെ കുതിരക്ക് കിട്ടാൻ ഇവരങ്ങനെ പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ആണോ? കുറച്ചുകൂടെ കമാൻഡ് കൂടുതൽ ഫീമെയിലാണ്, കുഞ്ഞല്ലേ, പഠിപ്പിച്ചു വന്നിട്ടില്ല. ഓക്കെ. ഈ മെയിലിനെയും ഫീമെയിലിനെയും വളർത്തുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അവർക്ക് വേറെ ടൈപ്പ് ട്രീറ്റ്മെന്റ്, ഇവർക്ക് വേറെ ഇല്ലല്ലേ? മെയിലിനെ മെരുക്കിയെടുക്കാനാണ്. അപ്പൊ എന്തായാലും നമ്മള് കുതിരയുടെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് എന്തായാലും കാളയുടെ വിശേഷങ്ങളിലേക്ക് പോവാം.